ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു കറ്റാർവാഴ ജെല്ലിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സസ്യട്ടത് കറ്റാർവാഴ. അപ്പോൾ അലോവേര ജെല്ലെന്നും പറയപ്പെടും. ഇത് നമ്മൾ മുറിച്ച് എടുക്കുന്ന ടൈമിൽ ഇതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം വരും. ഇത് നമ്മുടെ ഭയങ്കര ഇറിറ്റേഷൻ വരും. നമ്മുടെ സ്കിന്നിലൊക്കെ ഇത് തട്ടിയാൽ ഭയങ്കര ഇറിറ്റേഷൻ വരും. അപ്പം നിങ്ങൾ കറ്റാർവാഴ ജെല്ലി യൂസ് ചെയ്യണവരാണെങ്കിൽ ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ തണ്ടിൻ്റെ അടിയിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ കുത്തി വെച്ചാൽ ആ ഇതിലുള്ള വിഷാംശം ഒക്കെ ആ പേപ്പറിലൂടെ പോകും കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈലിൽ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ നൈറ്റ് ക്രീമൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് കറ്റാർവാഴ. അതിൽ നമ്മൾ കറ്റാർവാഴ രണ്ട് സൈഡും പൊളിച്ചെടുത്ത് അതിൻ്റെ ജെല്ല് മാത്രം നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കണത് കേട്ടോ. അതിൽ നമ്മൾ ഗ്ലിസറിനും റോസ് വാട്ടറിനും മിക്സ് ചെയ്തിട്ട് നൈറ്റ് കിടക്കുന്ന ടൈമിൽ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല കളർ വരുന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സ്കിൻ ടോണ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് വരും. ചുളിവുകൾ, ആൻറ്റി ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ നമ്മുടെ മുഖത്ത് തന്നെ ചിലർക്ക് സോറിയാസിൻ്റെ പോലത്തൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നല്ല മാറ്റിയെടുക്കും. വേറെ ജെല്ലിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അളവിൽ കൂടുതൽ കഴിച്ചാൽ നമുക്ക് കുറേ ദോഷങ്ങളും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബെനിഫിറ്റിനെ കുറിച്ചിട്ട് അറിയാം. ഈജിപ്തിൽ സ്വർഗത്തിലുള്ള ഒരു സസ്യം എന്നുള്ള പേരിലാണ് കറ്റാർവാഴ അറിയപ്പെടുന്നത്. അത്ഭുത സസ്യം, സ്വർഗത്തിലെ സസ്യം എന്നൊക്കെയാണ് കറ്റാർവാഴനെ കുറിച്ചിട്ട് അറിയപ്പെടുന്നത്. ഡ്രൈ സ്കിന്നാണെങ്കിൽ വളരെ നല്ലതാണ്. സ്കിന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വളരെ നമ്മളെ ആൻറ്റി ഏജിങ് തടയാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു റെമഡിയാണ്. അതേപോലെ സൂര്യാഘാതം, പൊള്ളൽ എന്നിവയ്ക്കൊക്കെ അലോവേര ജെല്ല് ഉത്തമമാണ് കേട്ടോ. സോറിയാസിസ് അസുഖമുള്ളവർക്കും ഇത് വളരെ നല്ലതാണ്. പിന്നെ കറ്റാർവാഴ ജെല്ല് നമ്മൾ 98.5% അതിൽ വെള്ളമാണ്. അത് കാരണം അതിൽ വിറ്റാമിൻസ് ഉണ്ട്. വിറ്റാമിൻസ് എ, സി, ഇ, മിനറൽസ്, അങ്ങനെ കുറേ നല്ല ഇതുണ്ട്. നമുക്ക് നല്ല ബെനിഫിറ്റ് നൽകുന്നത് തന്നെയാണ് കറ്റാർവാഴ സസ്യം. അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കിയിട്ട് മുഖത്ത് തേക്കാവുന്നതാണ്. നല്ല സ്കിന്ന് സോഫ്റ്റ് ആവും. പിന്നെ നമ്മൾ എന്ത് ആയുർവേദത്തിലാണെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ആയുർവേദം പറഞ്ഞാൽ അങ്ങനെയല്ല, കുറേശ്ശെ പതുക്കെയാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് തേച്ച് നാളെ തന്നെ നമുക്ക് നല്ല സ്കിന്നാവണം, സ്കിൻ ടോൺ മാറണം, നല്ല കളർ വെക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് കാലം നമ്മളത് യൂസ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ എന്ത് ഇത് ഉപയോഗിക്കുകയാണെങ്കിലും അങ്ങനെ വേണ്ടി വരും. അതേപോലെ തന്നെ അമിതമായാൽ വിഷം എന്ന് പറയുന്ന പോലെ 2002 FDA റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് ഓറലായിട്ട് ഉപയോഗിക്കരുതെന്ന്. കാരണം ഡയബറ്റീസ് ഒക്കെ തടയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇത് അങ്ങനെ എടുത്തിട്ട് വെറും വയറ്റിൽ കഴിക്കാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. FDA നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് 2002 അങ്ങനെ ഓറലായിട്ട് ഉപയോഗിക്കരുതെന്ന്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മൾ എന്ത് കഴിക്കുകയാണെങ്കിലും നമ്മൾ ഡോക്ടർമാരുടെ റെക്കമെൻഡ് അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അവർ പറയുന്ന അളവിൽ നമ്മൾ ഉപയോഗിക്കുക. വേഗം മാറട്ടെ വിചാരിച്ചിട്ട്, അസുഖം മാറട്ടെ, വെയിറ്റ് ലോസ് ആവട്ടെ, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ വെച്ചിട്ട് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ നമുക്ക് ഗുണത്തിനേക്കാൾ ഉപരി ദോഷമാവും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നല്ല ആയുർവേദ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എനിക്ക് എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.